എനിക്ക് മഞ്ഞ് കാണിച്ച് തന്നതിൻ്റെ സന്തോഷം പുഞ്ചിരിയാണ് ഇവരുടെ എല്ലാവരെയും മുഖത്ത് കാണുന്നത് കേട്ടോ. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ശ്രീനഗറിൽ നിന്ന് പൂഞ്ചിലോട്ട് പോകുന്ന ജമ്മു കാശ്മീരിലത്തെ KSRTC ബസ്സിലാണ് ഞാനുള്ളത്. കണ്ടോളി മക്കളെ മഞ്ഞ്. 2025 വിൻ്ററിലത്തെ ആദ്യത്തെ മഞ്ഞ് വീഴ്ചയാണ് കേട്ടോ ഇന്ന്. ബസ്സിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ പ്രാന്താന്നാണ് വിചാരിക്കുന്നത്. കാരണം ഓരോ സ്ഥിരം കാണാനേ എനിക്കിത് പുതിയ കാഴ്ച. ശ്രീനഗർ പൂഞ്ച് റൂട്ടിലെ പീർക്കി ഗലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ മഞ്ഞ് വീഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ബ്യൂട്ടിഫുൾ. അങ്ങനെ കാശ്മീരിൽ വന്നതിന് ആദ്യമായിട്ട് മഞ്ഞ് കൂടെ പോവുകയാണ് ഗൈസ്. എൻ്റെ അമ്മോ, ഇടിവെട്ട് സീന്. കയ്യൊക്കെ തരിച്ചിട്ട്. മുമ്പ് പല തവണയായിട്ട് കാശ്മീരിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്തായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തായിട്ട് മഞ്ഞ് കാണുന്നത്. അതും ഇങ്ങനൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു യാത്രയിൽ. ഇത് കിടക്കും. സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു ഇങ്ങനൊരു മഞ്ഞ് വീഴ്ച. ഇതൊരു ലോട്ടറിയാണ് എനിക്ക്. പൂഞ്ചിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് അവൻ്റെ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഈ വഴി റോഡ് മൊത്തം മഞ്ഞ. ബസ്സിൽ ഞാനൊരുത്തനെ വരുത്താനായിട്ടുള്ളേ. ഇതാണ് പീർക്കി ഗലി എന്ന് പറഞ്ഞ മക്ബറ. കാശ്മീരിലെ മുഗൾ റോഡിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കാണ് ഇവിടെ. സ്നോഫാൾ. പീർക്കി ഗലിയിൽ സ്നോഫാൾ. ബസ് എനിക്ക് വേണ്ടി നിർത്തി തന്നിട്ട് ഇവിടെ. ഏതാ സ്നോഫാൾ ഇടോ. ലൈഫിൽ ആദ്യമായിട്ടോ എത്ര സ്നോഫാൾ ഞാൻ കാണുന്നത്. ആദ്യമായിട്ട് മഞ്ഞ് ഇത്ര അടുത്ത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്, വേറൊന്നും വിചാരിക്കരുത്. മൊത്തം മഞ്ഞ കുളിച്ച്. ബസ്സിലുണ്ടായിരുന്ന വേറൊരു കാശ്മീർ എനിക്ക് വേണ്ടി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തരികയും ചെയ്തു. അതാ രസം. സത്യം പറയാലോ തണുത്തിന്. അപ്പം കാശ്മീരിലത് വിൻ്ററിൻ്റെ തുടക്കമായിട്ടുണ്ട് കേട്ടോ.